ഗുഡ് മോർണിംഗ്. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് സമവാക്യ ജോഡികൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 18 കണക്കാണ്. ചോദ്യം: 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. അങ്ങനെയെങ്കിൽ ഒരു ട്രോഫിയുടെ വില എന്താണ്? ഒരു മെഡലിൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ട്രോഫിയുടെ വിലയും മെഡലിൻ്റെ വിലയുമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രോഫിയുടെ വില എക്സ് എന്നും ഒരു മെഡലിൻ്റെ വില വൈ എന്നും എഴുതാം. എന്നിട്ട് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ട്രോഫിയുടെ വില എക്സ് എന്നാണല്ലോ നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 17 എക്സ് കൂട്ടണം 16 വൈ. 16 മെഡലുകൾക്കെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഒരു മെഡലിൻ്റെ വില വൈ. അപ്പം 16 വൈ. 17 എക്സ് കൂട്ടണം 16 വൈ സമം 2180 രൂപ എന്നെഴുതാം. അതുപോലെ തന്നെ 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 എക്സ്, ഒരു ട്രോഫിയുടെ വില എക്സ് ആകുമ്പം 16 എക്സ് കൂട്ടണം 17 വൈ സമം 2110 എന്നും എഴുതാം. ഇത് ആദ്യത്തേത് ഒന്നാമത്തെ സമവാക്യമായും രണ്ടാമത്തേത് രണ്ടാമത്തെ സമവാക്യമായും എടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സാധാരണയായി ഒരു ഇക്വേഷനിൽ നിന്ന് വേറൊരു ഇക്വേഷൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും വരെ കൂട്ടുകയും ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വിലയും എക്സ് മൈനസ് വൈയുടെ വിലയും കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈയുടെ വിലയും എക്സ് മൈനസ് വൈയുടെ വിലയും കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വിലയും വൈയുടെ വിലയും കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇക്വേഷൻ തമ്മിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനോട് രണ്ടാമത്തെ ഇക്വേഷൻ കൂട്ടിയാൽ ആദ്യത്തെ ഇക്വേഷൻ 17 എക്സ് പ്ലസ് 16 വൈ സമം 2180 കൂട്ടണം രണ്ടാമത്തെ ഇക്വേഷൻ 16 എക്സ് കൂട്ടണം 17 വൈ സമം 2110. ഇത് കൂട്ടുമ്പോൾ 17 എക്സും 16 എക്സും കൂട്ടുമ്പോൾ 33 എക്സ്, 16 വൈ കൂട്ടണം 17 വൈ 33 വൈ, 2180 2110 കൂട്ടിയാൽ 4290. ഇത് ക്രിയ ചെയ്യുമ്പോൾ 33 എക്സ് കൂട്ടണം 33 വൈ എന്നാണല്ലോ. അപ്പോൾ ഇവിടെ 33 ഒരേ സംഖ്യകളാണ്. അപ്പം 33 ഗുണിക്കണം എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഒരേ സംഖ്യകളായതുകൊണ്ട് ആ സംഖ്യയെ പുറത്തെടുക്കാം. 33 ഗുണിക്കണം എക്സ് പ്ലസ് വൈ. അപ്പം ഇതേ ഉത്തരം തന്നെ കിട്ടും. 33 ഗുണിക്കണം എക്സ് 33 എക്സ്, 33 ഗുണിക്കണം വൈ 33 വൈ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. 33 ഗുണിക്കണം എക്സ് പ്ലസ് വൈ സമം 4290 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഈ എക്സ് പ്ലസ് വൈ സമം 4290 ഹരിക്കണം ഈ 33. 4290 33 കൊണ്ട് ഹരിച്ചാൽ എക്സ് പ്ലസ് വൈയുടെ വില കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ ഹരിച്ചാൽ നമുക്ക് 130 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈയുടെ വില കണ്ടുപിടിച്ചു. എക്സ് പ്ലസ് വൈ സമം 130. ഇത് മൂന്നാമത്തെ സമവാക്യമാക്കി എടുക്കാം. ഇനി നമുക്ക് എക്സ് മൈനസ് വൈയുടെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കുറയ്ക്കാം. ഇത് ആദ്യത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ
17x നിന്ന് 16x കുറയ്ക്കുമ്പോൾ 1x ആണ്. ആ 1xനെ x എന്ന് മാത്രം എഴുതിയാൽ മതി. x 16y നിന്ന് 17y കുറയ്ക്കുമ്പോൾ ഇവിടെ 16 ചെറിയ അക്കവും 17 വലിയ അക്കവുമാണ്. അതിനെ കൊണ്ട് മൈനസ് ആണ് വരിക. 16 നിന്ന് 17 കുറച്ചാൽ 17 നിന്ന് 16 കുറച്ചാൽ 1 ആണ് വരിക, 1y. ആ 1y മൈനസ് ആവാൻ കാരണം ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നത്. അപ്പോൾ -y എന്ന് വരും. ഈക്വൽസ് 2180 നിന്ന് 2110 കുറയ്ക്കുമ്പോൾ 70. അപ്പോൾ x - y = 70 എന്നും കിട്ടി. അത് നാലാമത്തെ ഇക്വേഷനാക്കി എടുക്കാം. അപ്പോൾ x + y കണ്ടുപിടിച്ചു, s - y കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം തമ്മിൽ കൂട്ടാം. x + y കൂട്ടണം s + y = 130. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. x - y = 70. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇത് തമ്മിൽ കൂട്ടുക. x കൂട്ടണം x 2x + y-യും -y-യും ചേർന്നാൽ അത് ക്യാൻസലായി പോകും. പ്ലസും മൈനസും ആയതുകൊണ്ട് ക്യാൻസലായി പോകും. അപ്പോൾ 2x ഇത് തമ്മിൽ കൂട്ടിയാൽ 130 കൂട്ടണം 70 200 അപ്പോൾ 2x = 200 എന്നെഴുതാം. ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. x = 200 ഹരിക്കണം 2. 200 ഹരിക്കണം 2 = 100. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. ഈ എക്സിൻ്റെ വില നമുക്ക് ഒരു സമവാക്യത്തിൽ ആരോപിച്ചാൽ വൈയുടെ വിലയും കണ്ടുപിടിക്കാം. അപ്പം x + y = 130 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. s + y = 130. അവിടെ എക്സിൻ്റെ വില നമുക്ക് കൊടുക്കാം. ഇവിടെ എക്സിൻ്റെ വില ഈ 100 കൊടുത്താൽ 100 കൂട്ടണം y = 130. അതിൽ നിന്ന് വൈയുടെ വില കണ്ടുപിടിക്കാം. y = 130 കുറയ്ക്കണം 100. 130-ൽ നിന്ന് 100 കുറച്ചാൽ 30. അപ്പോൾ വൈയുടെ വില 30. അപ്പോൾ ട്രോഫിയുടെ വിലയാണ് x. ട്രോഫിയുടെ വില x. അപ്പം x = 100. അപ്പോൾ ട്രോഫിയുടെ വില = 100 രൂപ. മെഡലിൻ്റെ വിലയാണ് y. y = 30. അപ്പോൾ മെഡലിൻ്റെ വില = 30 രൂപ എന്നെഴുതാം. അടുത്ത ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ എന്നാണ്. അപ്പോൾ ഏതോ ഒരു രണ്ടക്ക സംഖ്യ, അതിലെ അക്കങ്ങളുടെ തുക 11 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എന്നും കൊടുത്തിട്ടുണ്ട്. ഏതാണ് സംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x എന്നെടുക്കാം, 10ാം സ്ഥാനത്തെ അക്കം y എന്നെടുക്കാം. അപ്പോൾ ആ രണ്ടക്ക സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 എന്നും 10ാം സ്ഥാനത്തെ അക്കം 1 എന്നും പറഞ്ഞാൽ നമുക്ക് ആ സംഖ്യ കിട്ടണമെങ്കിൽ ഈ 10ാം സ്ഥാനത്തെ അക്കത്തിനെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 1 ഗുണിക്കണം 10 കൂട്ടണം 5 ഇതാണ് സംഖ്യയായിട്ട് വരിക. 1 ഗുണിക്കണം 10 10 10 കൂട്ടണം 5 15. ഇപ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 എന്നും 10ാം സ്ഥാനത്തെ അക്കം 2 എന്നും പറഞ്ഞാൽ സംഖ്യ കിട്ടാൻ 10ാം സ്ഥാനത്തെ അക്കത്തിനെ 10ാം സ്ഥാനത്തെ അക്കമായ 2നെ 2 ഗുണിക്കണം 10 കൂട്ടണം 5. അതായത് 10ാം സ്ഥാനത്തെ അക്കത്തെ 10 കൊണ്ട് ഗുണിച്ചിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂട്ടിയാലാണ് സംഖ്യ കിട്ടുക. 2 ഗുണിക്കണം 10 20 20 കൂട്ടണം 5 25. അപ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x എന്നും 10ാം സ്ഥാനത്തെ അക്കം y എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടക്ക സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഈ 10ാം സ്ഥാനത്തെ അക്കത്തെ 10 കൊണ്ട് ഗുണിക്കാം. അതായത് 10y +
ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സ്. അപ്പോൾ രണ്ടക്ക സംഖ്യ 10y കൂട്ടണം എക്സ് എന്ന് കിട്ടി. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ സമം 11 എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ സമം 11. അത് നമുക്ക് ഒന്നാമത്തെ സമവാക്യമാക്കി എഴുതി വെക്കാം. ഇനി നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സിൻ്റെ വിലയും വൈയുടെ വിലയും കണ്ടുപിടിക്കാൻ പറ്റും. അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ ഇത് രണ്ടക്ക സംഖ്യ ഇതാണ് 10y പ്ലസ് എക്സ്. ഇത് അക്കങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടുന്ന സംഖ്യ. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 10ാം സ്ഥാനത്തും 10ാം സ്ഥാനത്ത് അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കും പോയാൽ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? 10x പ്ലസ് വൈ ആയിരിക്കും. ഈ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറും. 10x പ്ലസ് വൈ. ഇതാണ് അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ. അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കങ്ങൾ പരസ്പരം മാറിയാൽ കിട്ടുന്ന സംഖ്യ 10x പ്ലസ് വൈ ആണ്. 10x പ്ലസ് വൈ സമം ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതൽ. ആദ്യ സംഖ്യ 10y പ്ലസ് എക്സ് ആണ്. 10y പ്ലസ് എക്സ് കൂട്ടണം 27 എന്നെഴുതാം. ഇത് ഇനി ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. എക്സിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 10x ഇവിടെയുള്ള ഈ പ്ലസ് എക്സിനെ സമത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ്. 10x മൈനസ് എക്സ് സമം ഈ വൈയെ നമുക്ക് സമത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് മൈനസ് വൈ ആവും. അപ്പോൾ 10y മൈനസ് വൈ കൂട്ടണം 27. ഇനി 10xൽ നിന്ന് എക്സ് കുറച്ചാൽ 9x. 10yൽ നിന്ന് ഒരു y കുറക്കുമ്പോൾ 9y കൂട്ടണം 27. ഇനി ചരങ്ങളെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. ഇവിടെ 9y ഉണ്ട്. 9yനെ നമുക്ക് 9xൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. 9x ഈ 9y പ്ലസ് വൈ ആണ്, പ്ലസ് 9y ആണ്. അതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 9y ആവും. അപ്പോൾ 9x മൈനസ് 9y സമം 27 എന്ന് കിട്ടി. ഇനി ഇത് എക്സും വൈയും ചരങ്ങളാണ്. ഇവിടെ 9ഉം 9ഉം തന്നെയാണ്. അപ്പോൾ 9നെ നമുക്ക് പുറത്തേക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്ത് കൊണ്ടുവരാം. 9 ഗുണിക്കണം എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ഇവിടെ 9x മൈനസ് വൈ ആണല്ലോ, അതുകൊണ്ട് 9നെ പുറത്ത് കൊണ്ടുവരാം. 9 ഗുണിക്കണം എക്സ് മൈനസ് വൈ. ഇത് തന്നെ ഒരു മാറ്റം വരികയല്ല, ഇത് തന്നെ അങ്ങോട്ട് എടുത്തിട്ട് വേറെ രീതിയിൽ എഴുതുന്നേ ഉള്ളൂ. ഇത് തമ്മിൽ ഗുണിച്ചാൽ 9 ഗുണിക്കണം എക്സ് 9x, 9 ഗുണിക്കണം മൈനസ് വൈ മൈനസ് 9y തന്നെ കിട്ടുന്നുണ്ട്. സമം 27. ഇനി ഇതിൽ നിന്ന് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാലോ. എക്സ് മൈനസ് വൈ സമം 27 ഹരിക്കണം 9 സമം 3. അപ്പോൾ എക്സ് മൈനസ് വൈ സമം 3 എന്ന് കിട്ടി. എക്സ് മൈനസ് വൈ സമം 3 എന്നത് രണ്ടാമത്തെ സമവാക്യം ആക്കി എടുക്കാം. എക്സ് പ്ലസ് വൈ സമം 11 എന്ന് നമ്മൾ നേരത്തെ തന്നതാണ്, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം കിട്ടി. രണ്ടാമത്തെ സമവാക്യം നമുക്ക് കിട്ടി. ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഇക്വേഷൻ 1ഉം 2ഉം കൂട്ടാം. എക്സ് പ്ലസ് വൈ സമം 11 കൂട്ടണം എക്സ് വൈ മൈനസ് വൈ സമം 3. അപ്പോൾ എക്സും എക്സും കൂട്ടിയാൽ 2x, പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി പോവും, 0 ആവും. അപ്പോൾ 2x സമം 11 3 14. 2x ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് സമം 14 ഹരിക്കണം 2 സമം 7. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. ഈ എക്സിൻ്റെ വില നമുക്ക് എക്സ് പ്ലസ് വൈ സമം 11 എന്ന ഈ സമവാക്യത്തിൽ കൊടുക്കാം. എക്സ് പ്ലസ് വൈ സമം 11. എക്സിൻ്റെ വില ഈ 7 കൊടുത്താൽ 7 കൂട്ടണം വൈ സമം 11 എന്ന് വരും. 7 കൂട്ടണം വൈ സമം 11. അതിൽ നിന്ന് വൈ സമം 11 കുറയ്ക്കണം 7 സമം 4. അപ്പോൾ വൈയുടെ വില കണ്ടുപിടിച്ചു. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സ്. അപ്പോൾ 7. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7. 10ാം സ്ഥാനത്തെ അക്കം വൈയുടെ വില 4. അപ്പം 10ാം സ്ഥാനത്തെ അക്കം 4. അപ്പോൾ സംഖ്യ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7ഉം 10ാം സ്ഥാനത്തെ അക്കം 4ഉം ഉള്ള സംഖ്യ സമം 47.
പേജ് നമ്പർ 18 കണക്കാണ്. യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദൂരം ഡി ആണ്. ദൂരം ഡി, ഡിസ്റ്റൻസ്. അപ്പം ദൂരം ഡി സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് എഴുതാം. അതായത് ദൂരം സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഡി എന്ന് പറഞ്ഞാൽ ദൂരം, യു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ വേഗമാണ്. തുടക്കത്തിലെ വേഗം. അതുപോലെ ഇവിടെ ഡി ദൂരം, ടി സമയമാണ്, ടൈം പ്ലസ് ഹാഫ് at സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ വേഗത്തിൻ്റെ നിരക്കാണ്. ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നത്, എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നതാണ് എ, വേഗത്തിൻ്റെ നിരക്ക്. ടി എന്ന് പറഞ്ഞാൽ സമയം തന്നെ. അപ്പോൾ ദൂരം കാണാൻ ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡി സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സെക്കൻഡിൽ 10 മീറ്റർ, അപ്പോൾ ദൂരം അവിടെ 10 മീറ്ററാണ്. അപ്പോൾ ഡിക്ക് നമുക്ക് 10 എന്ന് കൊടുക്കാം. 10 സമം യു തുടക്കത്തിലെ വേഗമാണ്, അത് നമുക്കറിയില്ല. യു ഗുണിക്കണം സമയം അറിയാം, 2 സെക്കൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഈ ടിക്ക് പകരം 2 കൊടുക്കുക, പ്ലസ് ഹാഫ് 1/2 അതുപോലെ തന്നെ കൊടുക്കാം. എ അതുപോലെ തന്നെ കൊടുക്കാം, നിരക്കാണ് നമുക്കറിയില്ല. എ ഗുണിക്കണം ടി 2 അപ്പോൾ 2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ക്രിയ ചെയ്താൽ 10 സമം യു ഗുണിക്കണം 2 എന്നുള്ളത് 2u എന്ന് എഴുതാം. പിന്നെ ഹാഫ് എ ഗുണിക്കണം 2 സ്ക്വയർ ആണ്. ഈ 2 സ്ക്വയറിനെ നമുക്ക് 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഹാഫ് എ 1/2 എ ഗുണിക്കണം 4 എന്നാണ് വരിക. 2 സ്ക്വയർ സമം 4 ആണല്ലോ, ഗുണിക്കണം 4 എന്ന് വരും. അതിനെ നമുക്ക് വെട്ടിച്ചെടുത്താക്കാം. ഈ 2നെയും 4നെയും വെട്ടിയാൽ, അതായത് ഈ 2 4 2 പ്രാവശ്യം, അപ്പോൾ 2 അങ്ങ് കളയുക. ഈ 4ന് പകരം 2 എഴുതാം. ഇത് നമുക്കൊന്ന് എടുത്തെഴുതാം. 10 സമം 2u പ്ലസ്, ഇനി ഇവിടെ 1 ഗുണിക്കണം എ, ഒരു എ തന്നെയാണ്, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം എ, 2 എ എന്ന് വരും. അപ്പോൾ 10 സമം 2u പ്ലസ് 2 എ എന്ന് കിട്ടും. ഇത് നമുക്കൊന്ന് തിരിച്ചെഴുതാം. 10 സമം 2u പ്ലസ് 2 എന്നുള്ളത് 2u പ്ലസ് 2 എ സമം 10 എന്ന് എഴുതാം. ഇനി ഇവിടെ 2u പ്ലസ് 2a, ഇവിടെ 2 സ്ഥലത്തും 2 ആണ്. 2നെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാം. 2 ഗുണിക്കണം u പ്ലസ് എ എന്ന് എഴുതാം. 2 ഗുണിക്കണം u പ്ലസ് എ സമം 10 എന്ന് എഴുതാം. ഇതിൽ നിന്ന് u പ്ലസ് എ സമം 10 ഹരിക്കണം 2 സമം 5. 10നെ ഈ 2 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 5 കിട്ടും. അപ്പോൾ u പ്ലസ് എ സമം 5 എന്ന് കിട്ടി. അത് ഒന്നാമത്തെ സമവാക്യമാക്കി എടുക്കാം. u പ്ലസ് എ സമം 5. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ സമവാക്യം ഡി സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്
4 സെക്കൻഡിൽ 28 മീറ്റർ സഞ്ചരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഇക്വേഷനിൽ ഉപയോഗിക്കാം. 4 സെക്കൻഡിൽ 28 മീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൂരം ഡി അത് 28 എന്ന് എഴുതാം. 28 സമം യു തുടക്കത്തിലെ വേഗം അറിയില്ല, യു ഗുണിക്കണം, പിന്നെ സമയം ടി 4 സെക്കൻഡാണ്, 4 കൂട്ടണം 1/2 എ, ഇത് ഒക്കെ അതുപോലെ തന്നെ എഴുതുക, ഗുണിക്കണം ടി നമുക്കറിയാം 4 സെക്കൻഡാണ്. അപ്പം ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. ഈ ഇക്വേഷൻ നോക്കി അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇനി 28 സമം യു ഗുണിക്കണം 4 എന്നുള്ളത് 4u എന്ന് എഴുതാൻ പറ്റും, കൂട്ടണം ഹാഫ് 1/2 അതുപോലെ തന്നെ ഇത് 1/2 എ ഗുണിക്കണം 4 സ്ക്വയർ നമുക്കറിയാം, 4 16. ഇനി ഈ 2ഉം 16ഉം നമ്മൾ വെട്ടിച്ചേർത്താക്കാൻ അറിയാം നമുക്ക്. 28 സമം 4u കൂട്ടണം 1/2 എ ഗുണിക്കണം 16, അതിൽ 2 16 8 പ്രാവശ്യം. അതാണ് ഈ 2 ഇവിടെ വെട്ടിയിട്ട് 16ഉം വെട്ടി ഇവിടെ 8 എന്ന് എഴുതി. അത് നമുക്കൊന്ന് എടുത്തെഴുതുമ്പോൾ 28 സമം ഈ 4u പ്ലസ് 1 ഗുണിക്കണ എ തന്നെയാണ്. ഈ എയെ 8 കൊണ്ട് ഗുണിച്ചാൽ 8a. അപ്പോൾ 4u പ്ലസ് 8a എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ ഈ 1/2 ഒന്നും വരുന്നില്ല, 2 കളഞ്ഞ് 1നെ എ കൊണ്ട് ഗുണിക്കുമ്പോൾ എ തന്നെ, എനെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8a, അങ്ങനെയാണ് 8a കിട്ടുന്നത്. ഈ സമവാക്യത്തെ നമുക്കൊന്ന് തിരിച്ചെഴുതാം. 4u പ്ലസ് 8a സമം 28 എന്ന്. ഇനി ഇവിടെ നോക്കാം, 4u പ്ലസ് 8a ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഗുണിക്കണം u പ്ലസ് 2a എന്ന് എഴുതിയാൽ ഇത് തന്നെ കിട്ടും. 4 ഗുണിക്കണം u 4u, ഇവിടെ 4 ഗുണിക്കണം 2a 4 2 8 8a എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം, കൂട്ടണം 28. അപ്പോൾ ഇതിൽ നിന്ന് u പ്ലസ് 2a വില കണ്ടുപിടിക്കാൻ പറ്റും. u പ്ലസ് 2a സമം 28 ഹരിക്കണം 4, 28 ഹരിക്കണം ഈ 4, അപ്പോൾ 28 ഹരിക്കണം 4a. അതിൽ നിന്ന് u പ്ലസ് 2a സമം എന്ത് കിട്ടി? u പ്ലസ് 2a സമം 7 എന്ന് കിട്ടി. അത് നമുക്ക് രണ്ടാമത്തെ സമവാക്യമാക്കി എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, u പ്ലസ് a സമം 5 എന്നതാണ് നമ്മളെ ഒന്നാമത്തെ സമവാക്യം. അപ്പോൾ രണ്ടാമത്തെ സമവാക്യം കിട്ടി u പ്ലസ് 2a സമം 7 എന്ന്. ഇനി രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്ക് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കാം. u പ്ലസ് 2a സമം 7 കുറയ്ക്കണം ആദ്യത്തെ സമവാക്യം, ഒന്നാമത്തെ സമവാക്യം u പ്ലസ് a സമം 5. ഇത് കുറയ്ക്കുമ്പോൾ യുവും കുറച്ചാൽ 0 ആവും. 2a നിന്ന് a കുറച്ചാൽ a സമം യിൽ നിന്ന് 5 കുറച്ചാൽ 2, a സമം 2 എന്ന് കിട്ടി. അപ്പോൾ a സമം 2, a എന്ന് പറഞ്ഞാൽ എന്താണ്? നിരക്കാണ്. 2 മീറ്റർ പെർ സെക്കൻഡ്, 2 മീറ്റർ ഒരു സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിക്കും എന്ന് അർത്ഥം. അപ്പോൾ u പ്ലസ് ഈ എയുടെ വില നമുക്ക് u പ്ലസ് a സമം 5 എന്ന സമവാക്യത്തിൽ കൊടുക്കാം. u പ്ലസ് a സമം 5 ആയതുകൊണ്ട് u പ്ലസ് എക്ക് പകരം 2 കൊടുക്കാം. u പ്ലസ് 2 സമം 5 എന്ന് കിട്ടും. u സമം, ഇതിൽ നിന്ന് u കണ്ടുപിടിക്കുക, u സമം 5 കുറയ്ക്കണം 2, 5 കുറയ്ക്കണം 2 സമം 3, u സമം 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. u എന്താണ്? തുടക്കത്തിലെ വേഗമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് തുടക്കത്തിലെ വേഗവും പിന്നെ വേഗം കൂടുന്നതിൻ്റെ നിരക്കുമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ തുടക്കത്തിലെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡ്, വേഗം കൂടുന്നതിൻ്റെ നിരക്ക് a സമം 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുക. തുടക്കത്തിലെ വേഗം സമം 3 മീറ്റർ പെർ സെക്കൻഡ് എന്നും ഇത്തരത്തിൽ എടുത്തെഴുതാം.